നിന്നുള്ള നോബൽ സമ്മാനം നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റിന് ട്രംപിന് കിട്ടാൻ സാധ്യതയുണ്ടത്രേ. ആർക്കാണ്? ട്രംപിന്. ഒന്നുകൂടി പറയാം, ട്രംപിനാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം. ഇത് കേട്ട ഉടനെ എനിക്ക് ചിരിയാണ് വന്നത്. പ്രത്യേകിച്ച് ഇത് പറഞ്ഞതാരാണെന്ന് പറയും, പാകിസ്ഥാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കൊടുക്കണം എന്നുള്ളത്. ഏതായാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ നിന്ന് യുദ്ധത്തിലോട്ട് കടക്കുന്നത് അവസാനിപ്പിക്കാൻ ട്രംപ് എടുത്ത പണി, അതിനാണ് പാകിസ്ഥാൻ തന്നെ ഇത്തരത്തിൽ നൊബേൽ സമ്മാനം നൽകണമെന്ന അഭ്യർത്ഥന കൊടുത്തു അത്രേ. സെർബിയയും കൊസവോയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെട്ടതിനും ഈജിപ്തും എത്യോപ്യയും ഇടയിൽ സമാധാനം നിലനിർത്തിയതിനും ഒക്കെ തനിക്ക് നൊബേൽ സമ്മാനം ലഭിക്കേണ്ടുന്നതായിരുന്നു. എന്നാൽ അത് ലഭിച്ചിരുന്നില്ല. ഒരു 3-4 തവണയൊക്കെ ഇതേപോലുള്ള നൊബേൽ സമ്മാനം എൻ്റെ കയ്യിൽ നിന്ന് ജസ്റ്റ് മിസ്സായിപ്പോയി എന്നാണ് ട്രംപ് പറയുന്നത്. ഏതായാലും ഭയങ്കരമായിട്ട് എനിക്ക് തോന്നി. കാരണം സമാധാനം, വേറെ എന്തിനാണെങ്കിലും കുഴപ്പമില്ല, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ട്രംപ് വാങ്ങിക്കുക എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ദഹിക്കാത്ത ഒരു കാര്യമാണ്. കാരണം സമാധാനക്കേട് ഉണ്ടാക്കുന്നത് ചുരണ്ടിയും മറ്റുള്ള രാജ്യങ്ങളെ തമ്മിൽ, മുട്ടനാടുകളെ തമ്മിലിടിപ്പിച്ച് ചോര കുടിക്കുന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ട്, അല്ലെങ്കിൽ അതുങ്ങൾ തമ്മിൽ തല്ലുകൂടുമ്പോൾ ഇരുന്ന് ചിരിക്കുന്ന കഥകളൊക്കെ കേൾക്കുമല്ലോ. അപ്പോൾ ഇത്തരത്തിൽ 2 രാജ്യങ്ങളെ തമ്മിലടിപ്പിച്ച് അല്ലെങ്കിൽ തങ്ങളുടെ ആയുധമാക്കിക്കൊണ്ട് പല രാജ്യങ്ങളെയും തമ്മിൽ നിലവിലും യുദ്ധം ചെയ്യിപ്പിക്കുന്ന ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിന് നൊബേൽ സമ്മാനം. പിന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നിർത്തിയത് ട്രംപ് വഴി. 1000 വട്ടം പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെ പല ആൾക്കാരും ഇത് 1000 തവണ പറഞ്ഞു കഴിഞ്ഞു, എൻ്റെ പൊന്നു ട്രംപേ, നിങ്ങളല്ല ഇതിൽ ഇടപെട്ടത്, നിങ്ങൾ ഇടപെട്ടത് കൊണ്ടല്ല ഇന്ത്യ അങ്ങോട്ടിട്ട് പണി കൊടുക്കാതിരുന്നത്. പാകിസ്ഥാൻ കൈയും കാലും പിടിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ത്യ എടുത്ത ഒരു ചെറിയ തീരുമാനം മാത്രമാണ്. അത് നിർത്തിയിട്ടൊന്നുമില്ല. ഓപ്പറേഷൻ സിന്ദൂർ തുടരുക തന്നെ ചെയ്യും, അതൊന്നും അവസാനിപ്പിക്കത്തില്ല. ഇപ്പോഴും സിന്ധു നദീജല കരാറ് മരവിപ്പിച്ച് തന്നെ വെച്ചേക്കുവാണ്. കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴും പാകിസ്ഥാൻ കൈയും കാലും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നു ട്രംപേ, ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ അങ്ങയുടെ ഒരു സമാധാനം കൊണ്ടല്ല ഇന്ത്യ അങ്ങോട്ട് മിണ്ടാതിരിക്കുന്നത്. അത് ഇന്ത്യ എടുക്കുന്ന തീരുമാനമാണ്. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ തീരുമാനമെടുക്കാൻ പ്രാപ്തരായിട്ടുള്ള വ്യക്തികൾ ഇവിടെയുണ്ട്. ഇന്ത്യക്ക് ഇന്ത്യയുടെ നിലപാടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ യുദ്ധത്തിലേക്ക് കടക്കാതെ ഇവിടെ വെച്ച്. ഇനി ഇങ്ങോട്ടെങ്ങാണ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇനി ഒന്നും ചന്നോ മിന്നോ നോക്കാതില്ല, അടിച്ച് നേരെ പാക്കിയിടും. അത് പാകിസ്ഥാന് വ്യക്തമായിട്ട് അറിയാം. ഒറ്റൊരെണ്ണം അവിടെ വീണതേ ഉള്ളൂ, ബ്രഹ്മോസ് അങ്ങോട്ട് എടുത്തതേ ഉള്ളൂ, എല്ലാം തൂത്തുവാരി പോയി. അതങ്ങൊന്നും മനസ്സിലാക്കുന്നത് നന്നാ. ഒരു പക്ഷെ അങ്ങും അത് ഞെട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യയുടെ പ്രതിരോധത്തെ തകർക്കാനോ ഇന്ത്യയുടെ ആയുധത്തെ ഇന്ത്യയുടെ സൈന്യത്തെ വെല്ലാനോ ഒന്നും നിങ്ങൾക്കാവില്ല. ഒരു പക്ഷേ ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ ഇന്ത്യ ഇത്രത്തോളം വളർന്നു എന്നുള്ളത് ഉള്ള അറിവ് നിങ്ങൾക്ക് പുതിയൊരു അറിവ് കിട്ടിയിരിക്കുകയായിരിക്കും. സമാധാനം നിലനിർത്തുന്ന ഒരു രാജ്യം തന്നെയാണ് ഞങ്ങളുടെ രാജ്യം. ആ സമാധാനത്തിൻ്റെ ഇടയിലേക്ക് കയറി വന്ന് ഞങ്ങളുടെ കുറച്ച് പേരുടെ ജീവനെടുത്ത ഭീകരവാദികളെ ഞങ്ങൾ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അത് കോട്ടയ്ക്കകത്ത് തന്നെ കയറി കയ്യേറ്റം ചെയ്യാനും അത് നിലംപരിശാക്കാനും ഞങ്ങൾക്കുള്ള ആയുധമുണ്ട്, സൈന്യമുണ്ട്, ഞങ്ങൾക്ക് നേതൃത്വമുണ്ട്. ഞങ്ങളെന്ന് പറയുന്ന ഒരൊറ്റ ജനതയാണ്, ഒരൊറ്റ രാജ്യമാണ്. അതവിടെ നിൽക്കട്ടെ. അങ്ങയുടെ നൊബേൽ സമ്മാനത്തിൻ്റെ കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. അങ്ങേക്ക് കിട്ടേണ്ടുന്ന സമാധാനത്തിൻ്റെ നൊബേൽ സമ്മാനം. ഈ പറഞ്ഞോണം ഇസ്രായേലും ഗാസ ഇത്രയധികം യുദ്ധം ഈ ഒരു അവസ്ഥയെ വഷളാക്കിയത് അങ്ങയുടെ ഈ മധ്യസ്ഥത കൊണ്ട് മാത്രമാണെന്ന് പറയാതിരിക്കേണ്ടതില്ല. കാരണം ഗാസ തരിപ്പണമാവാനുള്ള ഏക വ്യക്തി താങ്കൾ തന്നെയാണ്. ഇസ്രായേലിന് വേണ്ടുന്ന ആയുധങ്ങൾ എത്തിക്കുകയും ഇസ്രായേലിന് വേണ്ടുന്ന സപ്പോർട്ട് ചെയ്തിട്ട് ഇനി അവരുടെ ഇടയിൽ മധ്യസ്ഥത വെച്ച് സമാധാനം നിലനിർത്തിയത്രേ. ഇനി അടുത്ത ഇറാനെ ഇട്ട് പഞ്ഞു കൊടുക്കുന്നുണ്ട് ഇസ്രായേലിനെ വെച്ച്. അതിനും കാരണഭൂതൻ താങ്കൾ തന്നെയാണ്. പച്ചവെള്ളം കുടിക്കുന്ന ആർക്കാണെങ്കിലും മനസ്സിലാവും. എന്നിട്ട് അങ്ങേക്ക് 3-4 തവണ ജസ്റ്റ് മിസ്സിങ് പോലും നൊബേൽ സമ്മാനം. ഏതായാലും കൊള്ളാം. റഷ്യ ഉക്രൈൻ സംഘർഷത്തിന് ഉൾപ്പെടെ മധ്യസ്ഥത വഹിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അങ്ങേക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനമല്ല തരേണ്ടുന്ന, അശാന്തിയുടെ പ്രതീകം എന്നുള്ളൊരു നൊബേൽ സമ്മാനമൊക്കെ തരേണ്ടുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തുന്നത്. ഫലം എന്ത് തന്നെയാലും ഇപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പം റഷ്യ ഉക്രൈൻ ആണെങ്കിലും
ഇസ്രായേൽ പലസ്തീൻ വിഷയമൊക്കെ ആണെങ്കിലും ഫലം എന്തു തന്നെയായാലും ജനങ്ങൾക്കൊക്കെ അതറിയാമല്ലോ ഞാൻ എന്തുമാത്രം പ്രയത്നിച്ചു എന്നുള്ളത്. പക്ഷേ ഈ ഒരു സമ്മാനം എനിക്കത് ലഭിക്കില്ല, അതിനും വേറെ കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ട്രംപ് പറയുന്നത്. കാരണം അവർ കൂടുതൽ ലിബറലുകൾക്ക് മാത്രമേ ഈ ഒരു നൊബേൽ സമ്മാനമൊക്കെ നൽകൂ, എനിക്ക് നൽകില്ല എന്നുള്ളതാണ്. 2026 നൊബേൽ പ്രൈസിനായാണ് ട്രംപിനെ പാകിസ്ഥാൻ ഇപ്പോൾ നാമനിർദ്ദേശം നൽകിയിരിക്കുന്നത്. മികച്ച നേതൃപാടവവും നയതന്ത്ര ഇടപെടലും മൂലം 2 ആണവ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ഇല്ലാതെയാക്കാൻ ട്രംപിന് കഴിഞ്ഞുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പാകിസ്ഥാൻ്റെ നാമനിർദ്ദേശം. ഇതിനിടയിൽ മാറിയും മറിഞ്ഞും ട്രംപ് പല കാര്യങ്ങളും പറയുന്നു. ആദ്യം പറയുന്നു ഞാൻ ഇന്ത്യയും പാകിസ്ഥാനുമായി സംസാരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ യുദ്ധം ഒഴിവാക്കിയെന്ന്. പിന്നീട് വീണ്ടും പറയുന്നു ഇല്ല, പാകിസ്ഥാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇന്ത്യയോട് സംസാരിച്ചത്. വീണ്ടും പറയുന്നു ഇല്ല, ഞാൻ തന്നെയാണ് ഇതിനിടയ്ക്ക് നിന്ന് ഇത് ഒഴിവാക്കിയത്, ഇന്ത്യയെ സമാധാനപ്പെടുത്തിയത്. ഇപ്പോൾ അവസാന നിമിഷം എന്നുള്ള ഇടയ്ക്ക് മറ്റേ അസീം മുനീറിന് ഒരു സദ്യയൊക്കെ നൽകിയപ്പം മോദിയെ ഒന്ന് കാരണം മുനീറിന് സദ്യ നൽകുമ്പോൾ മോദിക്ക് അത് വിഷമം ആകണ്ടല്ലോ എന്ന് കരുതിയിട്ട് മറ്റേ G7 ഉച്ചകോടി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നതിൻ്റെ വഴി ഒന്ന് കയറണേ എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് മോദിയുടെ കാര്യം നോക്കി അങ്ങ് പോയി. അതിന് തൊട്ട് പിന്നാലെ പറയുകയാണ് ഇന്ത്യ അങ്ങനെ പറഞ്ഞിട്ടേയില്ല, പാകിസ്ഥാൻ ഇതുപോലെ മധ്യസ്ഥത വഹിച്ചിട്ടേയില്ല, ഇന്ത്യയുടെ നിലപാടിൽ തന്നെയാണ്, യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യ പറഞ്ഞിട്ടേയില്ല, പാകിസ്ഥാനാണ് ആവശ്യപ്പെട്ടതെന്ന്. അങ്ങനെ അങ്ങ് പച്ചവെള്ളം പോലെ ഉടനെ തന്നെ പാകിസ്ഥാനിൽ നിന്നും അസീം മുനീറും ബാക്കിയുള്ള കുറച്ച് ആൾക്കാരും കൂടെ അതിൻ്റെ വാലയെ പിടിച്ചുകൊണ്ട് അതെ ഞങ്ങളാണ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടത് ഇത്തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ളത്. എന്തു തന്നെയായാലും മറിഞ്ഞും തിരിഞ്ഞ് നിങ്ങൾ അവിടെ കടന്ന് ട്വീറ്റ് ചെയ്തുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഇന്ത്യക്ക് ഇന്ത്യയുടെ നിലപാടാണ്. ഞങ്ങളുടെ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി എന്ന പേരുള്ള വ്യക്തി തന്നെയാണ്. മോദി അല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഈ പറഞ്ഞതിനോടൊക്കെ ജനങ്ങൾ ഒരുപക്ഷെ വിശ്വസിച്ചേനെ. ഇവിടെ ഭരിക്കുന്നത് മോദിയാണ്, ഞങ്ങൾക്ക് സൈന്യമുണ്ട്, സൈന്യത്തിൻ്റെ എന്താ പറയുന്ന ബലവും ശക്തി നിങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് ഇവിടെ ആ വേലയൊന്നും പോകത്തില്ല. നിങ്ങളുടെ കള്ളത്തരങ്ങളും കള്ളക്കളികളൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ പൊന്നു ട്രംപേ, ഇന്ത്യ ഔദ്യോഗികമായി തള്ളിയ ട്രംപിൻ്റെ ഇടപെടലിനെ ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തലിന് കാരണമായ കൃത്യമായ ഇടപെടലെന്നാണ് പാകിസ്ഥാൻ ഇതിനെ വിശേഷിപ്പിച്ചത്. മേഖലയാകെ ബാധിക്കുന്ന ഒരു യുദ്ധമായി സംഘർഷം മാറാതിരിക്കാൻ ട്രംപിൻ്റെ ഇടപെടൽ നിർണായകമായി എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഒരു തരത്തിൽ ഇന്ത്യക്ക് കൊടുക്കുന്ന പ്രസ്താവനയിൽ വേറൊരു ഭാഗം, നൊബേൽ സമ്മാനത്തിൻ്റെ അവിടെ കൊടുക്കുന്നത് വേറൊരു ഭാഗം, ഇടയ്ക്ക് ഒരു കോടതിയിൽ ഒരു കേസ് വാണിജ്യപരമായിട്ടുള്ള കേസ് വന്നപ്പോൾ അതിന് കൊടുത്തത് വേറൊരു ഭാഗം. ഇങ്ങനെ ഓരോന്ന് മറ്റേ MV ഗോവിന്ദൻ പറഞ്ഞുകൊണ്ട് നിലപാടുകൾ ഞങ്ങൾ തോന്നുമ്പോൾ മാറ്റുമെന്ന് പറഞ്ഞതുപോലെയാണ് പാകിസ്ഥാൻ്റെയും ട്രംപിൻ്റെയും കാര്യം. അവരുടെ നിലപാടുകൾ അവർക്ക് പോലും അറിയില്ല. മോദിയെ ഒന്ന് സുഖിപ്പിക്കാനും ഇന്ത്യയെ ഒന്ന് സുഖിപ്പിക്കാനും ഒരു നിലപാട്, ലോകത്തിന് മുമ്പിൽ ഞാൻ നല്ല ഇതാണേന്ന് കാണിക്കാൻ വേറൊരു നിലപാട്, പാകിസ്ഥാൻ്റെ മുമ്പിൽ വേറൊരു ഇത് കാണിക്കാൻ വേറൊരു നിലപാട്. ഇങ്ങനെ മാറി നിൽക്കുന്ന ഇരു രാജ്യങ്ങളുടെയും ട്രംപിൻ്റെയും പാകിസ്ഥാൻ്റെയും നിലപാടുകൾ ഇപ്പോൾ ജനങ്ങൾ പുല്ലുവില പോലുമാണ് കൽപ്പിക്കുന്നത്. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നോ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് പോലും അറിയില്ല. നിങ്ങൾ ഏത് രാജ്യത്തിന് സമാധാനം ഉണ്ടാക്കിയിട്ടാണ് നൊബേൽ സമ്മാനം? നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഊഴമല്ലേ ഇരിക്കുന്നത്, ഇനിയിപ്പോൾ ഒരു തവണയും കൂടെ നിങ്ങൾക്ക് മത്സരിക്കാനാവില്ല. മാക്സിമം അടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന അടിച്ചുകൊണ്ട് പോവുക. പിന്നെ അതുകൂടാതെ ഈ പറഞ്ഞ ഒക്കത്തിൽ കിട്ടിയാൽ ഒരു നൊബേൽ സമ്മാനം കൂടെ അടിച്ച് ഇനി വീട്ടിൽ പോയിരുന്ന് റെസ്റ്റ് ചെയ്യുക. ഇതാണ് ട്രംപിൻ്റെ ആഗ്രഹം. പക്ഷെ ആ ആഗ്രഹം അവിടെ നടക്കുന്നില്ല. ആ നടക്കാത്തതിൻ്റെ പേരിലുള്ള ഇത് ഇനിയിപ്പോൾ പാകിസ്ഥാനെ ഇറക്കി അസീം മുനീറിന് ഭക്ഷണം കൊടുത്തപ്പോഴേ കരുതി, ആ ചിക്കനും മട്ടനൊക്കെ അടിച്ചിട്ട് കൊടുത്തപ്പോഴേ കരുതി എന്തോ പദ്ധതിയിലുണ്ടെന്ന്. അത് ഒന്ന് മറ്റേ ഇറാനിട്ടുള്ളൊരു പണിയാണ്, രണ്ടാമത്തത് ഇന്ത്യക്ക് ഇട്ടുള്ളൊരു പണിയാണ്, മൂന്നാമത് ഈ നൊബേൽ സമ്മാനമാണ്. എന്തായാലും അതൊക്കെ കയ്യിൽ അവിടെ വെച്ച് ഭക്ഷണം ചിക്കനും മട്ടനും ഒക്കെ ബിരിയാണിയൊക്കെ തട്ടിവിട്ട് കൊടുത്തല്ലോ, പോയി ഏമ്പക്കം വിട്ടുകൊണ്ട് അങ്ങ് മുനീർ പോകുന്നേ നല്ലത്. മുനീറിൻ്റെ ഒരു പദ്ധതി ഇവിടെ നടക്കത്തില്ല. ഇപ്പോൾ അത് ആ വെള്ളത്തിന് വേണ്ടി അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് ലെറ്റർ മെയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇത്തിരി വെള്ളം തായോ. ഇവിടെ വെള്ളം മൊത്തം നിർത്തലാക്കിയിട്ടില്ല, കുറച്ച് വിട്ടു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതൊന്നും തികയുന്നില്ല അവിടുത്തെ. കാരണം പാകിസ്ഥാൻ്റെ മെയിൻ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒന്ന് അവർക്ക് വെള്ളമെന്ന് പറയുന്നത്, അവരുടെ കൃഷി ആവശ്യം, പഞ്ചാബ് പ്രവിശ്യ പോലുള്ള
അവിടെ ആ പ്രദേശങ്ങളിലെല്ലാം എന്താണ് കൃഷിയാണ് നടക്കുന്നത്. അവരുടെ ഒരു മെയിൻ ഈ വാണിജ്യം തന്നെ, അതായത് അവരുടെ ഒരു സാമ്പത്തിക സ്രോതസ്സിൻ്റെ ഒരു ഭാഗം തന്നെ കൃഷിയാണ്. അപ്പോൾ അതിന് ഒരു നല്ല അടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യ. അത് എന്നിട്ടും കുറച്ച് വെള്ളം, ഇത്ര പെർസെൻറ്റേജ് വെള്ളം വിട്ടു കൊടുക്കുന്നുണ്ട്. കാരണം മൊത്തത്തിൽ നമുക്ക് കെട്ടിയടയ്ക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തികയുന്നില്ല, അവിടെ കിടന്ന് അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്, വെള്ളമില്ലേ വെള്ളമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. അതിനിടയ്ക്കാണ് ഈ ഉള്ള കുരുട്ട് പദ്ധതികളും ഇതുമെല്ലാം ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇങ്ങോട്ട് ലെറ്റർ അയപ്പാണ്, കൈയും കാലും പിടിച്ചുകൊണ്ടിരിക്കുക, കിടന്ന് കരയുകയാണ്, നിലവിളിക്കുകയാണ്, ഇതൊന്ന് തുറന്നു വിട്ടു തരൂ എന്ന് പറഞ്ഞ്. അഹങ്കാരത്തിന് ഒരു കൈയും കാലും ഇല്ല, എന്നാലും പറയുന്നത് അങ്ങ് ഇഷ്ടം. എന്തായാലും ട്രംപിന് നൊബേൽ സമ്മാനം, അതിന് നാമനിർദ്ദേശം കൊടുത്തിരുന്നത് പാകിസ്ഥാന്. വേറെ ഏത് രാജ്യമാണെങ്കിലും കുഴപ്പമില്ല, പാകിസ്ഥാൻ നാമനിർദ്ദേശം എന്തിന്? സമാധാനം. കണ്ട ഭീകരവാദികളെ എല്ലാം അവിടെ പാർപ്പിച്ചിട്ട് രാജ്യങ്ങളെ എങ്ങനെ നശിപ്പിക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമാധാനവും ഇല്ലാത്ത രാജ്യമാണ് പാകിസ്ഥാൻ. ആ രാജ്യമാണ് ഇപ്പോൾ നാമനിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. തീവ്രവാദികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ, തീവ്രവാദികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയെ തന്നെ ആക്രമിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, എന്തെല്ലാം തീവ്രവാദ സംഘടനകൾ. ആ രാജ്യമാണ് ട്രംപിന് നൊബേൽ സമ്മാനത്തിന് ഇപ്പോൾ നാമനിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിക്കാതിരിക്കാൻ പറ്റില്ല. ഏതായാലും നൊബേൽ സമ്മാനം വാങ്ങിച്ച് ജീവിതം ബാക്കി ശിഷ്ടകാലം ട്രംപ് നയിക്കണമെങ്കിൽ ഇത്തിരി പാടാണ് എന്നുകൂടി മനസ്സിലാക്കും.